ഇന്ത്യ മ്യാൻമാർ അതിർത്തി മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് വിസ കൂടാതെ ഇരു രാജ്യങ്ങളിലേക്കും 16 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനുള്ള അവകാശം കൊടുക്കുന്ന ഒരു ട്രാവൽ പെർമിറ്റ് സിസ്റ്റമാണ് ഫ്രീ മൂവ്മെൻറ്റ് റെജീം. 1950 തൊട്ടേ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നിലവിലുള്ള ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം റദ്ദാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനയിലാണ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്. ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീമിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെക്കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെൽക്കം ടു ദി വീക്ക്ലി കോളം. ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യക്കും മ്യാൻമാറിനും ഇടയിൽ വളരെ യുണീക്കായിട്ടുള്ള ഇത്തരത്തിലുള്ളൊരു ട്രാവൽ പെർമിറ്റ് സിസ്റ്റം നിലവിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുള്ള കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കുക ഇന്ത്യയുടെയും മ്യാൻമാറിൻ്റെയും കൊളോണിയൽ ഹിസ്റ്ററിയിലാണ്. അതായത് 1824-26 കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അന്ന് ബർമ്മ ഭരിച്ചുകൊണ്ടിരുന്ന ബർമീസ് രാജാവും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ആംഗ്ലോ ബർമീസ് വാറിൽ ബർമീസ് കിങ്ഡം പരാജയപ്പെട്ടത് കാരണം അവർ നഷ്ടപരിഹാരമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറ്റം ചെയ്തിട്ടുള്ള പ്രദേശങ്ങളാണ് ഇന്നത്തെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്ന് പറയുന്ന മേഖല. അതായത് ഇന്ന് മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്ന അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുന്നത് ഈ യുദ്ധം കാരണമാണെന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഈ യുദ്ധത്തിന് ശേഷം പിന്നീട് വീണ്ടും ബ്രിട്ടീഷുകാരും ബർമീസ് രാജാവും തമ്മിൽ 2 യുദ്ധങ്ങളും കൂടി സംഭവിക്കുന്നുണ്ട്. ആ യുദ്ധങ്ങളിലും പരാജയപ്പെട്ടതോടുകൂടി 1800കളുടെ അവസാനമാകുന്നതോടുകൂടി ബർമ എന്ന് പറയുന്ന രാജ്യത്തിനെ പൂർണ്ണമായിട്ടും ഇംഗ്ലീഷുകാർ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. ഇങ്ങനെ 1800കളുടെ അവസാനം തൊട്ട് 1837 വരെയുള്ള കാലഘട്ടത്തിൽ മ്യാൻമാർ അല്ലെങ്കിൽ അന്നത്തെ ബർമ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന ബ്രിട്ടീഷ് കോളനിയുടെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് 1935 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്ന കോളനിയിൽ നിന്ന് ബർമ എന്ന് പറയുന്ന പ്രദേശത്തിനെ മറ്റൊരു കോളനിയായിട്ട് ബ്രിട്ടീഷുകാർ മാറ്റുന്നത്. ഇങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് ബർമ സെപ്പറേറ്റ് ചെയ്ത് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അന്ന് ബർമയെ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു കാരണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഈ പ്രദേശങ്ങളെ ഭരിക്കാനുണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഡിഫിക്കൽട്ടീസ് ആണ്. ഈ ബ്രിട്ടീഷുകാർക്ക് ഭരിക്കാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് അവർ ബർമയെ ഇന്ത്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിൻ്റെ, അതായത് ഇന്ത്യയുടെയും ബർമയുടെയും അതിർത്തിയായിട്ട് മാറിയിരുന്ന പ്രദേശങ്ങളിലെ തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങളുടെ താല്പര്യങ്ങളെ പരിഗണിക്കാതെയാണ് ആ പ്രദേശങ്ങളിലൂടെ ഇന്ത്യക്കും ബർമക്കും ഇടയിൽ പുതിയൊരു അതിർത്തി ബ്രിട്ടീഷുകാർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ അതിർത്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ അതിർത്തി കടന്നു പോകുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ താമസിക്കുന്ന തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ടാണ് ഈ അതിർത്തി കടന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ അതിർത്തി നിലവിൽ വന്നതോടുകൂടി സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുടുംബങ്ങളും ഈ അതിർത്തിയുടെ 2 ഭാഗത്തായിട്ട് മാറി. അതുപോലെ തന്നെ പല ജനവിഭാഗങ്ങളും ഈ 2 രാജ്യങ്ങളിലായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് 1947 ഇന്ത്യക്കും ബർമക്കും സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി ഈ 2 രാജ്യങ്ങളും, നേരത്തെ ഇത് രണ്ടും സെപ്പറേറ്റ് കോളനീസ് ആയിരുന്നെങ്കിലും ബ്രിട്ടീഷുകാരെന്ന് പറയുന്നൊരു കോമൺ ആയിട്ടുള്ള കൊളോണിയൽ പവറിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ ഈ അതിർത്തി വലിയൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ 1947 ഇന്ത്യക്കും ബർമക്കും സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി ഈ അതിർത്തിക്ക് അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന ജനങ്ങൾക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറാൻ തുടങ്ങി. അതുമാത്രമല്ല, ഈ അതിർത്തി മേഖലകളിൽ ഇന്ത്യയുടെ ഭാഗത്ത് താമസിക്കുന്ന നാഗാസ്, അതുപോലെ മിസോസ് പോലുള്ള കമ്മ്യൂണിറ്റി പെടുന്ന ആളുകൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിഘടനവാദ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു സമയത്ത് ഇവരെ ഇത്തരത്തിൽ പരിപൂർണമായിട്ടും വെട്ടിമുറിക്കുന്ന തരത്തിലുള്ള ഒരു അതിർത്തി നമ്മൾ നിർബന്ധപൂർവ്വം നടപ്പിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റുള്ള അതിർത്തികൾ പോലെ ഈ അതിർത്തി നമ്മൾ കെട്ടിയടക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും ഈ കമ്മ്യൂണിറ്റികളെ ഇന്ത്യയിൽ നിന്ന് അകറ്റാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ്റും ബർമീസ് ഗവൺമെൻറ്റും 1950കളിൽ ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം എന്ന് പറയുന്ന ഒരു ട്രാവൽ പെർമിറ്റ് സിസ്റ്റം ആരംഭിക്കുന്നത്. 1950കളിൽ ഇത് തുടങ്ങുന്ന സമയത്ത് ഇരു രാജ്യങ്ങളിലേക്കും 40 കിലോമീറ്റർ വരെ ആളുകൾക്ക് വിസ ഇല്ലാതെ സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു. ഇത് എല്ലാ ആളുകൾക്കും ഈ ഒരു അനുവാദമില്ല. പകരം ഈ അതിർത്തി മേഖലകളിൽ താമസിക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ നാഗന്മാർ, അതുപോലെ തന്നെ ഈ മിസോക്കൾ പോലുള്ള ആളുകൾക്ക് അവർക്ക് 40 കിലോമീറ്റർ വരെ മ്യാൻമാറിലേക്ക് വിസ ഇല്ലാതെ, അല്ലെങ്കിൽ അന്നത്തെ ബർമയിലേക്ക് വിസ ഇല്ലാതെ സഞ്ചരിക്കാം. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ
അവിടുത്തെ അതായത് മ്യാൻമാറിലെ അതിർത്തി മേഖലയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇന്ത്യയിലേക്കും 40 കിലോമീറ്റർ വരെ വിസയില്ലാതെ വരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രൊവിഷൻ 1960കളൊക്കെ ആകുമ്പോഴേക്കും ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. 1960കളോട് കൂടിയിട്ടാണ് ഈ നാഗാലാൻഡിലും അതുപോലെ തന്നെ മിസോറാമിലൊക്കെ ഉള്ള സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റുകൾ അല്ലെങ്കിൽ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ വളരെയധികം ശക്തി പ്രാപിക്കുന്നതും ഇന്ത്യക്കെതിരായിട്ട് വെർച്വലി ഇവരൊരു യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നതും. സോ ഇത്തരത്തിൽ നാഗാലാൻഡിലും മിസോറാമിലും ഒക്കെ ഒരു യുദ്ധസമാനമായിട്ടുള്ളൊരു സാഹചര്യം വന്നതോടുകൂടി ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം എന്ന് പറയുന്ന സിസ്റ്റം മിസ്യൂസ് ചെയ്തുകൊണ്ട് പല വിഘടനവാദ പ്രസ്ഥാനങ്ങളും മ്യാൻമാറിൻ്റെ ഭാഗത്ത് അവരുടെ ക്യാമ്പുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടുന്ന് അവർ പരിശീലനം നേടുകയും അവരുടെ ആയുധങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള സാമഗ്രികളൊക്കെ അവിടെ സൂക്ഷിക്കും, ഇന്ത്യയിൽ വന്ന് ആക്രമണം നടത്തും, എന്നിട്ട് മ്യാൻമാറിലേക്ക് തിരിച്ചു പോകും എന്നുള്ളൊരു സാഹചര്യം വരാൻ തുടങ്ങി. പക്ഷേ ഇന്ത്യൻ മിലിറ്ററിക്ക് മ്യാൻമാറിൽ പോയിട്ട് അല്ലെങ്കിൽ അന്നത്തെ ബർമയിൽ പോയി ആക്രമണം നടത്തുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം മറ്റൊരു രാജ്യത്തിനകത്ത് കയറിക്കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ പട്ടാളം ആക്രമണം നടത്തി കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ വയലേഷനായിട്ട് മാറും. അതുമാത്രമല്ല, ബർമ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് ഇന്ത്യ ലംഘിക്കുന്നതിന് തുല്യമാണത്. സോ ഇത്തരത്തിൽ ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം ഇന്ത്യക്ക് വലിയൊരു സുരക്ഷാ ഭീഷണിയായിട്ട് മാറാൻ തുടങ്ങിയതോടു കൂടിയിട്ടാണ് 1968 ഇന്ത്യൻ ഗവൺമെൻറ് ആദ്യമായിട്ട് ഈ സിസ്റ്റത്തിൻ്റെ മുകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങുന്നത്. സോ ആദ്യമായിട്ട് ഏർപ്പെടുത്തിയ നിയന്ത്രണം എന്ന് പറയുന്നത് ഇതിന് 1968 മുമ്പ് വരെ ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകുന്നതിന് പ്രത്യേകിച്ച് പെർമിറ്റ്സ് ഒന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ച് അനുമതികളൊന്നും വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. വിസ വേണ്ടാന്ന് മാത്രമല്ല, ഒരു തരത്തിലുള്ള പെർമിറ്റിൻ്റെയും ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ 68 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിൻ്റെ മുകളിൽ ഒരു പെർമിറ്റ് സിസ്റ്റം കൊണ്ടുവന്നു. അതായത് ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ മ്യാൻമാറിലേക്ക് പോകണമെങ്കിലും മ്യാൻമാറിൽ നിന്ന് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വരണമെങ്കിലും ആളുകൾ ഒരു പെർമിറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. പിന്നീട് 2004 ആവുന്ന സമയത്ത് ഈ 40 കിലോമീറ്റർ എന്നുള്ള ദൂരപരിധി 16 കിലോമീറ്റർ ആയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കുറക്കുന്നുണ്ട്. അതായത് മ്യാൻമാറിൽ നിന്ന് ഇന്ത്യയിലേക്ക് 16 കിലോമീറ്റർ വരെ മാത്രമേ ഫ്രീ മൂവ്മെൻറ്റ് റെജീം അനുസരിച്ച് വിസ ഇല്ലാതെ വരാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ നിന്ന് മ്യാൻമാറിലേക്കും 16 കിലോമീറ്റർ വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ പുതുതായിട്ട് കൊണ്ടുവന്നു. അതുമാത്രമല്ല, ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ ഉടനീളം ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം അനുസരിച്ച് ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോകുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളുടെയും അതിർത്തി മേഖലകളിൽ 3 പ്രദേശങ്ങളിലൂടെ മാത്രമേ, അതായത് 3 ചെക്ക് പോസ്റ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ആ ചെക്ക് പോസ്റ്റുകളിലൂടെ മാത്രമേ ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം അനുസരിച്ച് യാത്ര ചെയ്യാൻ പറ്റൂ എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2004 പുതുതായിട്ടൊരു നിയന്ത്രണമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 68 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഈ പെർമിറ്റ് സിസ്റ്റം കൂടി വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിലവിലെ അവസ്ഥയിൽ ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം അനുസരിച്ച് ഈ അതിർത്തി മേഖലകളിലുള്ള ആളുകൾ ഒരു പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പെർമിറ്റിൻ്റെ കാലാവധി 1 വർഷമാണ്. ആ 1 വർഷ കാലാവധിയിൽ ഇവർക്ക് ഈ 3 ചെക്ക് പോസ്റ്റുകളിലൂടെ 16 കിലോമീറ്റർ വരെ മ്യാൻമാറിലേക്ക് കയറി ചെല്ലാം. അതുപോലെ തന്നെ മ്യാൻമാറിൽ നിന്നുള്ള ആളുകൾക്ക് 16 കിലോമീറ്റർ വരെ ഇന്ത്യയിലേക്ക് കയറി വരികയും ചെയ്യാം. അവർക്ക് ഒരാഴ്ച വരെ ഈ പെർമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്ത് തങ്ങാനും അനുമതിയുണ്ട്. പക്ഷേ ഇപ്പം നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് 2023 തുടക്കത്തിൽ മണിപ്പൂരിൽ ആരംഭിച്ചിട്ടുള്ള കലാപങ്ങളുടെ സമയത്ത് മണിപ്പൂരിലെ മെയ്തേയ് കമ്മ്യൂണിറ്റിയും അതുപോലെ മണിപ്പൂരി ഗവൺമെൻറ്റും ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മണിപ്പൂരിൽ മെയ്തേയ് കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ വയലൻസിനകത്ത് ഒരു പാർട്ടിയായിട്ടുള്ള മണിപ്പൂരിലെ കുക്കി കമ്മ്യൂണിറ്റി മ്യാൻമാറിൽ നിന്ന് കുടിയേറി വന്നിട്ടുള്ള ചിൻ കുക്കീസ് എന്ന് പറയുന്ന മിസോറാമൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു ആദിവാസി വിഭാഗമുണ്ട്. സോ അത്തരത്തിൽ വന്നിട്ടുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് മണിപ്പൂരിൽ ആക്രമണങ്ങൾ നടത്തുന്നതെന്നാണ് മണിപ്പൂരി ഗവൺമെൻറ്റും അവിടുത്തെ മെയ്തേയ് കമ്മ്യൂണിറ്റിയും ആരോപിക്കുന്നത്. സോ അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഫ്രീ മൂവ്മെൻറ്റ് റെജീമുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് 2021 മ്യാൻമാറിലെ ജനാധിപത്യ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് മ്യാൻമാറി സൈന്യം ആ രാജ്യത്ത് അധികാരം പിടിച്ചെടുക്കുകയുണ്ടായി. സോ ഇത്തരത്തിൽ സൈന്യം അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ഇന്ത്യ മ്യാൻമാർ അതിർത്തി മേഖലകളിലെ മ്യാൻമാറിൻ്റെ ഭാഗത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ അവിടുത്തെ റിബൽസും മ്യാൻമാറി സൈന്യവും തമ്മിൽ വലിയ രീതിയിലുള്ള യുദ്ധം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സിവിൽ വാറിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ മ്യാൻമാറിലെ പല മേഖലകളും കടന്നു പോകുന്നുണ്ട്. സോ ഇത്തരത്തിലൊരു സിവിൽ വാർ ലൈക്ക് സിറ്റുവേഷൻ വന്നതോടുകൂടി മ്യാൻമാറിൽ നിന്ന് ഏകദേശം 40,000-ൽ കൂടുതൽ അഭയാർത്ഥികൾ ഇന്ത്യ മ്യാൻമാർ ബോർഡർ കടന്നുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സോ ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം നിലവിലുള്ളതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ മ്യാൻമാർ അതിർത്തി, നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയൊക്കെ കാണുന്നത് പോലെ പൂർണ്ണമായിട്ടും നമുക്ക് വേലി കെട്ടി അടക്കാൻ പറ്റില്ല. സോ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു വൾണറബിലിറ്റിനെ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ റെഫ്യൂജീസ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. സോ ഈ രണ്ട് പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമായിക്കൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾ ആരംഭിച്ചിട്ടുള്ളത്. സോ ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം ഇത്തരത്തിൽ അവസാനിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആലോചിക്കുന്നുണ്ടെങ്കിലും ഇത് അത്ര പെട്ടെന്ന് നിർത്താൻ പറ്റുന്നൊരു സിസ്റ്റം അല്ല എന്നാണ് പല എക്സ്പേർട്ടുകളും അഭിപ്രായപ്പെടുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം നിലവിലുള്ള പ്രധാനപ്പെട്ട 2 പ്രദേശങ്ങളാണ് നാഗാലാൻഡും അതുപോലെ മണിപ്പൂരും.
സോ ഈ നാഗാലാൻഡിൻ്റെ കേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യയുടെ ഭാഗത്ത് കിടക്കുന്ന നാഗാലാൻഡിലും ഈ നാഗാലാൻഡുമായിട്ട് അതിർത്തി പങ്കിടുന്ന മ്യാൻമാറിൻ്റെ പ്രദേശങ്ങളിലും താമസിക്കുന്നത് നാഗ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന അല്ലെങ്കിൽ നാഗന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾ തന്നെയാണ്. സോ ഈ നാഗാലാൻഡിലുള്ള പ്രധാനപ്പെട്ട ചില റിബൽ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നാഗാലാൻഡിന് സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെടുന്ന ചില സായുധ വിഭാഗങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു സായുധ വിഭാഗമാണ് നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഫോർ നാഗാലിം ഐസക് മോയ്വ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പുമായിട്ടാണ് 2015 ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചിട്ടുള്ളത്. ആ സമാധാന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് നാഗാലാൻഡിൽ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണ സംഭവങ്ങളൊന്നും നടക്കാത്തത്. അപ്പോൾ ഈ NSCN-IM ഉൾപ്പെടെയുള്ള നാഗാലാൻഡിലെ എല്ലാ സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പുകളുടെയും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നാണ്, അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് നാഗ കമ്മ്യൂണിറ്റിയിൽപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ഗ്രേറ്റർ നാഗാലിം അല്ലെങ്കിൽ ഗ്രേറ്റർ നാഗാലാൻഡ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് രാജ്യം അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് സംസ്ഥാനം ഫോം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ നാഗന്മാർ താമസിക്കുന്ന എല്ലാ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വേറെ രാജ്യമോ അല്ലെങ്കിൽ വേറെ സംസ്ഥാനമോ ഒന്നും ഫോം ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിരുന്നാലും ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം ഉള്ളതുകൊണ്ട് മ്യാൻമാറിലെ നാഗന്മാർ താമസിക്കുന്ന പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഇന്ത്യയിലേക്കും തിരിച്ചങ്ങോട്ടും യാത്ര ചെയ്യാനുള്ളൊരു സൗകര്യം അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ 2015 സമാധാന ഉടമ്പടിയൊക്കെ അപകടത്തിലാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ NSCN-IM ഒക്കെ വീണ്ടും ആക്രമണവുമായിട്ട് രംഗത്ത് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു പ്രശ്നം പല എക്സ്പേർട്സും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീം അവസാനിപ്പിക്കുക എന്നുള്ളത് അത്ര പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ എന്നിരുന്നാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫ്രീ മൂവ്മെൻറ്റ് റെജീമുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ താങ്ക് യു ഓൾ.